മോള് പഠിക്കൊന്നും വേണ്ട, മാമനല്ലേ കൂടാ. വാ, ധൈര്യമായിട്ട് പോവാം. ആ പ്രസന്നെ, ആടുന്ന് ഇതേ വഴി ഉണ്ടായില്ല. മോളാത്തേക്ക് ആട് നനക്ക് പിന്നെ ഇതേ വഴി ഉണ്ടായില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ തോന്നി ഇതാ കുറച്ച് നല്ല വഴിയും. പിന്നെ ഓളെ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഓളെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ പ്രയാസങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. എന്തായാലും നന്നായി. പിന്നെ അത് തീരെ വയ്യ. പക്ഷെ ശ്യാമളേച്ചിനോട് എത്ര നാളെ ഒരു പെണ്ണ് ചോദിച്ചിട്ട് അവള് വന്നോണ്ട് ഒരു ആശ്വാസമായി. നോക്കെന്തെങ്കിലും ജോലിയല്ല അറിയാ. പിന്നെ ഓളെല്ലാം ജോലി എടുക്കും. മോളെ, മാമനൊരു ഗ്ലാസ് ചായ എടുത്തേ. കുറച്ച് കടുപ്പത്തിലായിക്കോട്ടെ കേട്ടാ. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അടിപൊളി ചായ. ആരാ കറിയെല്ലാം മോളാ 2 ദിവസം മുഴുവനെ കറിയില്ല കഴിച്ചു. നന്നായി രക്ഷപ്പെട്ടു. കഴിച്ചു നോക്ക്. നന്നായിട്ടുണ്ട്. മോളെ, മാമന് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തേ. ഇതെന്നാ പാത്രം കഴുകാണ്ട് ഇവിടെ വെച്ചിന്? ആ പെണ്ണ് വീട്ടു ജോലി ഇപ്പൊ എടുക്കുന്നില്ല? നശിച്ച പെണ്ണോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? വന്ന് അതിന്റെ സ്വഭാവം എല്ലാം മാറി തുടങ്ങി. ഒരു പണി ചെയ്യില്ല. അവിടെ മൂല പോയിട്ട് അവിടെ ഇരിക്കും. ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. എടി, തന്തിയും തള്ളിയില്ലാണ്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ ഒരു പണിയെടുക്കൂല. എന്തെന്നായത്? വെള്ളം കൊണ്ട് തരാ. എവിടെ വേദന? മാമ എന്നാ പറ്റി? എവിടെ വേദന എടുക്കുന്നത്? വല്ലാത്തൊരു തലകറക്കം. പോയി കിടക്ക്. മോള് വന്നാ നന്നായി. മോളെ, അതൊക്കെ അവിടെ വെച്ചേ മതി. നിന്റെ ഇവിടുത്തെ പണിയൊക്കെ മതി. മതി, നിന്റെ ഇവിടുത്തെ പണിയൊക്കെ മതി. വാ പ്രസന്നെ, ഞാൻ കൊണ്ടുവച്ച കവറിങ് എടുത്തേ. ഇതാ പിടിച്ചേ. ഇത് നിനക്കുള്ളതാ കേട്ടോ. ഇവിടുത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞു. മോൾക്കുള്ളതാ ഇതൊക്കെ. ഇനി സ്കൂളിലേക്ക് പോവാ, പഠിച്ച് മിടുക്കിയായി വരണം. പിന്നെ മാമന് ചെറിയൊരു തെറ്റ് പറ്റി. മോള് പഠിച്ച് മിടുക്കിയാവണമെന്നായിരുന്നു മോളുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം. അതുകൊണ്ട് നാളെ മുതൽ മോള് സ്കൂളിൽ പോകാം. മിടുക്കി.